ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതോ ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയെന്ന്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡ് ഒരു സ്പെഷ്യൽ ഐറ്റമായ കൊള്ളിക്കച്ച്. അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അത് ഒന്ന് കുതിർന്ന് മാറ്റണം. അത് വെള്ളത്തിലിടണം. അപ്പോൾ നമുക്കിനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി ഇടുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 5 ടേബിൾ സ്പൂണോളം ഒഴിച്ചോ. പുളിവെള്ളം കളയരുത് കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം, മീൻ കളഞ്ഞിട്ട് കിട്ടൂല പിന്നെ. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാല പൊടികൾ ഇടാം. അതിനാവശ്യം ഉപ്പാണ് കേട്ടോ, കുറച്ച് ഉപ്പിട്ടാൽ അതിന്. പിന്നെ കാശ്മീരി റെഡ് ചില്ലി മിക്സ് ആക്കിയിട്ടുണ്ട്, അതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. ഞാൻ ഇത് അടിച്ചെടുക്കണ നേരം കൊണ്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ഷെയർ മറക്കാല്ലേ ഗൈസ്. ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തുറക്കാം. നല്ല പാടാണ് കേട്ടോ ഇത് തുറക്കാൻ. ഇതാ ഗൈസ്, നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ ഒരു വൈറ്റ് ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. നമുക്ക് ഇനി അത് സ്പൂണും കൊണ്ട് കോരി നമുക്കത് പാത്രത്തിലേക്ക് ഇടാം. ഓക്കെ, നമുക്ക് 2 സ്പൂണും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം ഞാൻ മാറ്റി വെച്ചതെന്ന് പറഞ്ഞില്ല, ആ വെള്ളം കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തിക്നെസ് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഇതാ ഗൈസ്, മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പക്കൊള്ളികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂണല്ല ആവശ്യം, നമ്മുടെ കയ്യാട്ടോ. നന്നായി ഇളക്കി എടുക്കാം. ഇനി ഡെക്കറേഷന് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ്, ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ മറക്കരുത്. സൈനിങ് ഓഫ്.